മലയാളത്തിൽ കവി പണ്ട് പറഞ്ഞില്ലേ, നിന്റെ തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം കൊണ്ടും നിന്നെ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിരുന്നത്. അതാണ് സമ്മേളനം. കൂട്ടായി മേളനം ഉയർച്ച. സംഗീതം, സംഭാരം എന്നൊക്കെ പറയുന്നത് പല സാധനങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു മലയാളം ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, പണ്ടാറടങ്ങിയെന്ന് ഒരർത്ഥം. പണ്ട് ആറ് അടങ്ങി, മണ്ണ് വെള്ളമൊന്നു, മണ്ണാർക്കാട്, മണ്ണ് ആറാക്കാട്, കരിയിലകൾക്ക് മുകളിൽ ആറൊഴുകിയപ്പോൾ മണ്ണായി. നിലം പൂവിൻ്റെ ഊര്, നിലത്ത് വിത്ത് വീണപ്പോൾ അവിടെ പൂവ് മുളച്ചു, അപ്പോൾ പൂവിൻ്റെ ഊരേതായി, നിലമ്പൂരായി. ഇങ്ങനെ മലയാളം പറയുന്നതിനാണ്. അതല്ലാതെ നമ്മൾ എങ്ങനെ വേണം, ശശികല പറഞ്ഞിട്ടോ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിട്ടോ സുരേഷ് പറഞ്ഞിട്ടോ ആർക്കും കുറ്റത്തെ എഴുത്തത്തിന് പ്രതിമ സ്ഥാപിക്കേണ്ട കാര്യമില്ല. അവർക്ക് സ്ഥാപിക്കേണ്ട എന്താ, മലയാളത്തിൽ വാഴവെച്ചുകൊണ്ട്. മലയാളത്തിൽ വാഴവെക്കുമ്പോഴോ അത് പാറകം പൊടിപുല്ലാൻ ഇവിടെ കാണുന്നത്. ഇങ്ങനെ മലയാളത്തിലാണ് കൊണ്ട് തന്നെയാകുന്നു വാക്കിന്റെ വാരിന്റെ ബിന്ദിലേക്കാകുന്നു നീ അഗ്നിയാവുന്നു, നീ അമൃതാവുന്നു. ഇതാണ് മലയാള സംരക്ഷണം. ഈ മലയാളത്തിൽ വേണം. അല്ലാതെ രാമനെ കാത്തിട്ട് രാമനെ വിജയിച്ച് കപ്പല്ല സീതയെ കൊണ്ടാണ് കാക്ക. അതാണ് സീതായാനം. ഈ സീതായാനം എന്ന് പറഞ്ഞാൽ മണ്ണ എന്നൊരർത്ഥം അല്ലേ. രാമൻ പറഞ്ഞാൽ വെളിച്ചം വന്ന മനുഷ്യൻ, ആനപ്പൊന്നല്ല. രാമായണം വെളിച്ചമായണം. ഇത് ബി ജെ പിക്കാരും സി പി എമ്മാരും കോൺഗ്രസ്സുകാരൊക്കെ വേണ്ട. അതായത് അവിടെയും കൂടി കല്ല് കൊണ്ടുവച്ച് അള്ള അങ്ങനെ പറഞ്ഞു, ഈ രാമൻ അങ്ങനെ പറഞ്ഞു, ആ ശബരിമല അങ്ങനെ കാട്ടി, ഇത് പറയുന്നതിനല്ല കൂടുതൽ രാഷ്ട്രീയക്കാർ തയ്യാറാവേണ്ടത്. ജനങ്ങളെ തിരിച്ചറിവിലേക്ക് ക്ഷണിക്കുക. അതാണ് ശ്രീ രാമന്റെ ഒരു അർത്ഥം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കവിതയാണ് സീതയെ കൊണ്ട് കാക്കുക. മണ്ണിലാണ് കഴിച്ചു കൂടാനുള്ളത്, മണ്ണിലാണ് കുഴിച്ചു മൂടാനുള്ളത് നമ്മൾ. അതാണ് മണ്ണിൻ്റെ ഒരു കവിത. രാമനല്ല വേണ്ട, സീതയാണ്. ആ സീതയുടെ പേരാണ് വസുദേമയത്തുമിഴിപ്പവളെ ഇതൽ പൊഴിയും പൂവായി കിടപ്പവളെ. ആരും തിരിഞ്ഞു നോക്കാൻ കേട്ട എൻ്റെ ഈ മണ്ണ്, തിന്നാൻ തരുന്ന മണ്ണ്, എന്നെ കുഴിച്ചു തരുന്ന മണ്ണ്, എന്നെ കഴിക്കാൻ സൃഷ്ടിക്കുന്ന മണ്ണ്, എന്നെ കഴിപ്പിക്കുന്ന മണ്ണ്, എന്നെ കുഴിപ്പിക്കുന്ന മണ്ണ്. ഇടറുന്ന നിലാവിൻ ചന്ദനമെരിയുന്നു നിന്നുടെ മുന്നിൽ, ഇടപൊട്ടിപ്പിടയും കാറ്റല കരയുന്നു നിന്നുടെ ചുറ്റി. ശൂന്യതയുടെ ഹൃദയത്തിനുമായി അന്ത്യോദകമരുളാനാവാം പിന്നുന്നു വിശ്വപ്രകൃതി. നിലവിൽ ചാനലില് നമ്മൾ ശ്രീകണ്ഠക്കാർ പറയുന്നുണ്ട്, അന്നത്തെ കാലത്ത് ഈ കവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏത് കവി, ഇത് മധുസൂദനൻ നായരുടെ കവിതയാണ്. അന്ന് എഴുതിയാണത്. പുതിയൊരു കവിതയുടെ താരോദയമല്ല വേണ്ട. ഈ കവിതയിലൂടെ നിങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുക. അതാണ് ഈ കോവിഡും നിപ്പയും പ്ലഗും കുന്തവും കൊടച്ചക്രവും ശിഖല്ലിയും അല്ലേ ഒക്കെ വരുമ്പോഴല്ലേ ശൂന്യതയുടെ ഹൃദയച്ചിമിരിങ്ങാപാത്രവുമായി അന്ത്യോദകമരുളാനാകാം എങ്ങുന്നോ വിശ്വപ്രകൃതി. ഇരതേടും ദാഹശരത്താലിന വീണത് കണ്ടൊരു ഭോഗം കുരൽ പൊത്തിക്കരയെ കരളിൽ കടപൊത്തി മുൻപൻ ശോകം. ഇണദൂരയെറിഞ്ഞൊരു പെണ്ണിൻ വനരോധന ജന്മയിൽ ഒരു രാമായണ സ്ഥിതിയായി കടപൊത്തി മുമ്പൻ കുട്ടയൻ. ദൂരെയെറിഞ്ഞൊരു പെണ്ണാണ്. അപ്പൊ അതാണ് നമ്മൾ കവിത. ഇത് ചെല്ലുമ്പോൾ ചെന്നിട്ടുണ്ടോ, തിരിഞ്ഞിപ്പോൾ യൂട്യൂബിലിടുമ്പോൾ കുറെ ആളുകൾക്ക് സഹായകരമാവും. അതിന്റെ പേരാണ് വസ്മീകം വളരുവതി വാക്യം കുയിപ്പാടുവതിൽ മാത്രം. അമ്മയാണ് മാതാവേ. മകളെ ലിംഗത നാരായണരിക്കുന്നല്ലോ സാവിത്രി സീതേ കഥ അന്മറയുമല്ലോ അന്മറയുമല്ലോ. പടത്തോനെ കഥ ചെയ്യണം. പടത്തോനെന്ന് പറയുകയും പടത്തോ നിരക്കാൻ ചെയ്യുമ്പോൾ എന്ത് പറയുന്നു, അന്മറയും കാണില്ലല്ലോ. നമ്മുടെ മനസ്സെവിടെയാണ്? ഇവിടെ നിന്നിന്ദ്രൻ കാർമുഖം എവിടെ, മുകുൾപുംബുവിയെവിടെ, മായൂരച്ചിറകായാലിയ മൈലർണ്ണീലുകളെവിടെ, ചെവികൾ പാടിയ സീതാതനയന്മാരെവിടെ, സോമാമൃതമൊഴുകിയ സത്നിക രാമസ്വര വേദികളെവിടെ, എവിടെ 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 എവിടെ. അങ്ങനെയാണ്
ഈ എവിടെ എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യം ചെയ്യാനല്ല പഠിക്കട്ടെ, ചോദ്യം ചോദിക്കാനാണ് പഠിക്കട്ടെ. ചോദ്യം ചെയ്യാൻ നമുക്കറിയാം, ഓൻ അങ്ങനെയാണ് ഒപ്പം ഇങ്ങനെയാണ്, നല്ലവനായി എന്ന് പറയിപ്പിക്കരുത്. നല്ലത് ചെയ്യുന്നവൻ, നല്ലത് ചോദിക്കുന്നവൻ, കുറ്റപ്പെടുത്തലുകളല്ല അവന്റെ പരിഹാരങ്ങൾ. പിന്നെന്താ വേണ്ടേ? അലനഗര തളിരാൽമാറി കർഷശ്രുതി പുത്രരൂപേ നിർവൃതിയുടെ പൊരുളരുളിയ പൂവുകളെവിടെ എവിടെ 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 ചോദിച്ചുകൊണ്ടേ ഭഗവാന്മാർ പറഞ്ഞിട്ട് ചോദിക്കുക കേട്ടോ. എന്നിട്ടെന്താട്ടോ പിന്നെയാണ് നമ്മുടെ ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് സംക്രമമെന്നും ചാത്തിയ രമണീയ മുഖശ്രീയവിടെ വനനന്ദനമേനി വളർത്തിയ വിളവേൽക്കും മേളവും ഇതൽ കുട്ടിയ കേളികളെവിടെ വിടരും കുളങ്ങളിലൂറിയ വിദ്യാധര വൈഭവമെവിടെ ഇടയിൽ വിളവേൽക്കും മേളവും ഇതൽ കുട്ടിയ കേളികളെവിടെ വിടരും കുളങ്ങളിലൂറിയ വിദ്യാധര വൈഭവമെവിടെ. കൊട്ടിക്കളച്ച് എന്തെങ്കിലും കുറിച്ചിടാതെ എന്ത് വിദ്യ ഉണ്ടായിരുന്ന കാര്യം ഈ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യൂട്യൂബിൽ നിന്ന് കിട്ടുമോ? വിഴിഞ്ഞ മുഴുവൻ ഇല്ല കിട്ടുമോ? കള്ളു ഫ്രീ കൊടുത്താൽ ഭക്ഷണമില്ലാതെ കള്ളു കിട്ടുമോ? അതുകൊണ്ടാണ് ഗന്ധവതി സുഗന്ധം തരുന്നതാണ്. പ്രതിവീതിയാനന്തനും ജീവനും അറിവൻ നിന്തിരുവരി കൽപ്പിച്ചരുളും മങ്കരിയാണെന്നുള്ള സ്വർഗം. അതാകാമോ ഔവയോ സ്വർഗമോ നരകവുമില്ല. ഈ മണ്ണാണ് സ്വർഗം. ആ മണ്ണാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്, കുഴിക്കാൻ തരുന്നത്, കുഴിച്ചിടാൻ തരുന്നത്. അതുകൊണ്ടാണ് എന്റെ കർമ്മങ്ങൾ നിലവിന് കർമ്മങ്ങളും അറിവുകളും നിഖിലം ലാവണ്യങ്ങൾ അതിലണ്ടകടാഹമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു. അത് മലപ്പുറം കടലെങ്കിൽ ഇരുന്നാലും ശരി, കൽക്കനെ പറ്റിച്ചു പോയാലും ശരി, ആദൈവങ്ങളും പറ്റിച്ചു പോയാലും ബ്രഹ്മാമൃതഹംസമുണർന്നു ബ്രഹ്മാണ്ടത്തിലുണർന്നു. എന്നാലും കാരിന് നിന്നിൽ നിന്നല്ലോ ഞാനതറിഞ്ഞു. കൂടുതൽ വിവരങ്ങളൊക്കെ വിത്ത് കിട്ടാതെ യൂട്യൂബ്